The amount of substance that completely react with each other in the reaction is called equivalent weight. ഒരു റിയാക്ഷനിൽ പരസ്പരം കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടിനെയാണ് ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വലൻ്റ് വെയിറ്റ് കാണാനുള്ള ഫോർമുലയാണ്, ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് കാണാനുള്ള ഫോർമുലയാണ് അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ വാലൻസി. ഇപ്പോൾ ഇവിടെ H2SO4ൻ്റെ മോളിക്കുലർ ഇക്വലൻ്റ് വെയിറ്റ് നമുക്ക് നോക്കി നോക്കാം. ഇക്വലൻ്റ് വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മോളിക്കുലർ വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസിയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? മോളിക്കുലർ വെയിറ്റ് കിട്ടണം അല്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെ മോളിക്യൂൾസ് ഉണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഓരോ ആറ്റത്തിൻ്റെയും ആറ്റോമിക് വെയിറ്റ് ഫസ്റ്റ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുമ്പോൾ ആറ്റോമിക് വെയിറ്റ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് വെയിറ്റ് 1. അപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 എണ്ണം. അപ്പോൾ 1 × 2 പ്ലസ് എത്ര സൾഫർ ഉണ്ട്? ഒരു സൾഫറേ ഉള്ളൂ. സൾഫറിൻ്റെ ആറ്റോമിക് വെയിറ്റ് 32 പ്ലസ് ഓക്സിജൻ്റെ ആറ്റോമിക് വെയിറ്റ് 16. എത്ര ഓക്സിജൻ ഉണ്ട്? 4 എണ്ണം. അപ്പോൾ 16 × 4. ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 98 കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ H2SO4ൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2. ദെൻ ഇക്വലൻ്റ് വെയിറ്റ് എങ്ങനെ കാണുക? മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ വാലൻസി. അത് 98 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 49 എന്ന് കിട്ടും. 49 gram per equivalent. Balanced chemical equation. The representation of a chemical reaction in the form of substances is known as a chemical equation. സബ്സ്റ്റൻസിൻ്റെ ഫോമിലെ കെമിക്കൽ റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ദ ഇക്വേഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഓൾ ദ മോളിക്യൂൾ ഇൻ ഈക്വൽ ഓൺ ദ ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ ഈസ് നോൺ ആസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി അതിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഇക്വേഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഓൾ മോളിക്യൂൾസ് ഇൻ ഈസ് ഈക്വൽ ഓൺ ബോത്ത് സൈഡ്. നമ്മൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് എന്ത് എഴുതുന്നുണ്ടാവും? ആരൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതും മറ്റേ ഭാഗത്ത് എന്തെല്ലാം കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്തിട്ടുള്ളതാണ് എഴുതുക. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഇത് നോക്കാം കേട്ടോ. മഗ്നീഷ്യം കാർബണേറ്റ് നോക്കി നോക്കാം. ഇത് മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്യാം. അപ്പോൾ റിയാക്ഷൻ എഴുതിയിട്ടുള്ളത് സബ്സ്റ്റൻസിൻ്റെ ഫോമിലല്ലേ? സബ്സ്റ്റൻസ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് CO2 എന്ന് എഴുതിയിട്ടുണ്ട്, മഗ്നീഷ്യം ഓക്സൈഡ് MgO എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സൈഡിൽ എത്ര മഗ്നീഷ്യം ഉണ്ട്? ഒരു മഗ്നീഷ്യം, ഒരു ഓക്സിജനും ഉണ്ട്. ഇവിടെ ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ട്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്തു. ദെൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയത് കോമ്പൗണ്ടിൻ്റെ പേരെന്താ? മഗ്നീഷ്യം കാർബണേറ്റ്. ഇനി ഇവിടെ എത്ര മഗ്നീഷ്യം ഉണ്ട്? 1. ഇവിടെയും ഒരു മഗ്നീഷ്യം തന്നെയല്ലേ ഉള്ളൂ. ദെൻ എത്ര കാർബൺ ഉണ്ട്? 1. ഇവിടെയും ഒരു കാർബണല്ലേ ഉള്ളൂ. ദെൻ ഇവിടെ എത്ര ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3. ഇവിടെയോ? ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 1. അതോട് കൂടുമ്പോൾ 3. അപ്പോൾ റിയാക്ഷൻ നടക്കുമ്പോൾ 2 സൈഡിലും ഉള്ള ആറ്റത്തിൻ്റെ എണ്ണം ഒരേപോലെയാണ്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇവിടെയും സെയിം തന്നെ. കാർബൺ മോണോക്സൈഡ് ആണ്, ഇത് ഓക്സിജൻ ആണ്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്തു കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഇവിടെ 2CO ആണ്. 2 കാർബണും 2 ഓക്സിജനും ഉണ്ട്. ഇവിടെയോ? ഇവിടെ എന്താ സംഭവിച്ചു? ഇവിടെയും 2 കാർബൺ ഉണ്ട് അല്ലേ? 2C, 2 കാർബൺ ഉണ്ട്. ഓക്സിജനോ? O2. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇതുകൂടി ആകുമ്പോൾ ഈ 2 4. 2 × 2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. മൊത്തം 4 ഓക്സിജൻ ഉണ്ട്. ഇവിടെയോ? ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെയും ഒരു 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 × 2 4. 2 സൈഡിലും ഉള്ളത് ഈക്വൽ എമൗണ്ടിലാണ്. അപ്പം ഈ ഇക്വേഷൻസിനെയാണ് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ആറ്റംസ് ഓഫ് ഓൾ മോളിക്യൂൾസ്, എല്ലാ മോളിക്യൂൾസിലും അടങ്ങിയിട്ടുള്ള ആറ്റത്തിൻ്റെ എണ്ണം ഈക്വൽ ഓൺ ബോത്ത് സൈഡ്, 2 സൈഡിലും ഈക്വൽ ആണ്. ആ ഇക്വേഷൻസിനെയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഗവേൺ ദ ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഗവേൺ ദ ബാലൻസിങ് ഓഫ് എ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുള്ള നിയമം അനുസരിച്ചിട്ടാണ്.
അക്കോർഡിംഗ് ടു ദിസ് ലോ, ഈ നിയമം അനുസരിച്ച്, അതായത് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞ നിയമം അനുസരിച്ച്, മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻസിൽ ഒരു വസ്തുവിൻ്റെ കോമ്പൗണ്ടിൻ്റെ മാസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞ നിയമം അനുസരിച്ചിട്ട് അതിൽ പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് മാസിനെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലാതെ നശിപ്പിച്ച് കളയാനോ പറ്റില്ല. ആൻഡ് ഒബേയിങ് ദിസ് ലോ, ടോട്ടൽ മാസ് ഓഫ് ദ എലമെൻറ്റ് ഓർ മോളിക്യൂൾ പ്രസൻറ്റ് ഇൻ ദ റിയാക്റ്റൻറ്റ് സൈഡ് ഷുഡ് ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് എലമെൻറ്റ് ഓർ മോളിക്യൂൾ പ്രസൻറ്റ് ഓൺ ദ പ്രൊഡക്റ്റ് സൈഡ്. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു സൈഡ് എന്താണ് റിയാക്റ്റിൻ്റെ സൈഡ്, റിയാക്ട് ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ സൈഡ്, മറ്റേ എന്താണ് റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ സൈഡുമാണ്. അപ്പം രണ്ട് സൈഡിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ എലമെൻറ്റ്സിൻ്റെ ടോട്ടൽ മാസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇഫ് ദ കെമിക്കൽ ഇക്വേഷൻ ഈസ് നോട്ട് ബാലൻസ്ഡ്, ലോ ഓഫ് കൺസർവേഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഇനി അവരുടെ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ ഉണ്ടല്ലോ, കൺസർവേഷൻ ലോ, നമുക്ക് ഒരിക്കലും അവിടെ അപ്ലിക്കബിൾ ആയിരിക്കില്ല. അടുത്തത് റാഡിക്കൽസ്. റാഡിക്കൽ ഈസ് എൻ ആറ്റം or a group of atom of same or different element which behave like a single atom with a positive or negative charge on it. റാഡിക്കൽ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എൻ ആറ്റം, ഒന്നെങ്കിൽ ആറ്റം ഓർ അല്ലെങ്കിലോ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഓഫ് സെയിം ഓർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, സെയിമോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് ഓഫ് ആറ്റോ. ഒന്ന് റാഡിക്കൽസ് എന്നത് ഒന്നെങ്കിൽ ഒരു ആറ്റോ അല്ലെങ്കിൽ സെയിം ഓർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് ഓഫ് ആറ്റമോ ആവാം. വിച്ച് ബിഹേവ് ലൈക്ക് എ സിംഗിൾ ആറ്റം. അതെങ്ങനെ ബിഹേവ് ചെയ്യും? ഇതൊരു സിംഗിൾ ആറ്റമായിട്ട് ബിഹേവ് ചെയ്യും. വിത്ത് എന്താണ്, കൂടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജും ഉണ്ടായിരിക്കും. ദ റാഡിക്കൽ ഹാവ് ദെയർ ഓൺ കമ്പൈനിങ് പവർ ബേസ്ഡ് ഓൺ വിച്ച് ദേ ഫോം കെമിക്കൽ ഫോർമുല. ഈ റാഡിക്കൽസിന് അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടൊരു കമ്പൈനിങ് പവർ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് മോളിക്യൂൾസുമായിട്ടോ അല്ലെങ്കിൽ ആറ്റംസുമായിട്ടോ ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടായിരിക്കും. ഒരു കെമിക്കൽ ഫോർമുലയിൽ റാഡിക്കൽസിൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു കോമ്പൗണ്ടിന് ഒരു പൊട്ടൻഷ്യൽ റിയാക്ഷൻ അല്ലെങ്കിൽ സെർട്ടൻ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് OH- എന്ന് കണ്ടിട്ടുണ്ടാവും, ഹൈഡ്രോക്സിൽ OH-. ഈ OH- എന്ന് പറഞ്ഞ റാഡിക്കൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ അവർക്കൊരു ആൽക്കഹോളിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു പ്രസൻസ് ഒരു മോളിക്യൂൾസിലുണ്ടെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾസിന് കെമിക്കൽ പ്രോപ്പർട്ടി, അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു റാഡിക്കൽസിൻ്റെ പ്രസൻസ് ഒരു മോളിക്യൂൾസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ്. ദീസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഇൻഡിക്കേറ്റ് ദ അസിഡിറ്റി ഓർ ബേസിക് നാച്ചർ ഓഫ് എ സൊല്യൂഷൻ ബൈ ദ കളർ ചേഞ്ച്. കളർ ചേഞ്ചിലൂടെ ഒരു സൊല്യൂഷൻ്റെ നാച്ചുറൽ ആസിഡിക് ആണോ അല്ലെങ്കിൽ ബേസിക് നാച്ചർ ആണോ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, സൂചിപ്പിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരു കളർ ചേഞ്ചിലൂടെ ഒരു സൊല്യൂഷൻ്റെ നാച്ചുറൽ ആസിഡിക് ആണോ അല്ലെങ്കിൽ ബേസിക് ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, സൂചിപ്പിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന രണ്ട് തരത്തിലുണ്ട്, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഒബ്റ്റൈൻഡ് ഫ്രം നാച്ചുറൽ സോഴ്സ് ആർ കാൾഡ് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഇൻഡിക്കേറ്റേഴ്സ്, ആ സബ്സ്റ്റൻസ് നമുക്ക് കിട്ടുന്നത് നാച്ചുറൽ സോഴ്സ് തന്നെയായിരിക്കും. അതിന് എക്സാമ്പിളാണ് ലിറ്റ്മസ്, ടർമറിക്, മഞ്ഞൾ നാച്ചുറൽ സോഴ്സാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു സൊല്യൂഷൻ്റെ ആസിഡ് ഓർ ബേസിക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ മഞ്ഞളായിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിലൊക്കെ മഞ്ഞളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മഞ്ഞ കളർ കാണാൻ കഴിയില്ലേ. അതിലേക്ക് സോപ്പ് എന്താണ്, ആൽക്കലിയാണ്. സോപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞളുടെ കളർ മാറും. അപ്പോൾ എന്താണ്, ടർമറിക് എന്നൊരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. റെഡ് ക്യാബേജ്, ചൈന റോസ്, ഇതൊക്കെ എന്താണ്, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നതാണ്. സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആർ സിന്തസൈസ്ഡ് ഇൻ ദ ലബോറട്ടറി. സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നത് ലബോറട്ടറി വഴിയാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിന് എക്സാമ്പിളാണ് ഫിനോഫ്തലീനും മെഥിലിൻ ഓറഞ്ചൊക്കെ. ഫിനോഫ്തലിൻ ഈസ് എ കളർലെസ് ലിക്വിഡ്. ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഒരു കളർലെസ് ലിക്വിഡാണ്. ഇറ്റ് റിമെയിൻ കളർലെസ് വിത്ത് ആസിഡ് ബട്ട് ടേൺ ഇൻ ടു പിങ്ക് വിത്ത് എ ബേസ്. അത് ആസിഡ് ആകുമ്പോൾ അതേപോലെ കളറിൽ അതിനും കാണാൻ കഴിയുക, പക്ഷേ ബേസിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതൊരു പിങ്ക് കളറൊക്കെ മാറും. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ capable ഓഫ് ഡൊണേറ്റിംഗ് പ്രോട്ടോൺസ്. ആസിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, സബ്സ്റ്റൻസ് ആണ്. അവയ്ക്ക് പ്രോട്ടോൺസിന് ഡൊണേറ്റ് ചെയ്യാൻ, വിട്ടുകൊടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്.
അപ്പോൾ ആസിഡ്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ആണ്, അവയ്ക്ക് പ്രോട്ടോൺസിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. പിന്നെ ആസിഡ്സിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സോർ ടേസ്റ്റ്, ഒരു പുളിപ്പുണ്ടായിരിക്കും. ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്, ബ്ലൂ കളറുള്ള ലിറ്റ്മസ് പേപ്പർ റെഡ് കളറിലേക്ക് മാറും. അത് ആസിഡിൽ മുക്കി നോക്കുന്ന സമയത്ത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ റെഡ് കളറിലേക്ക് ടേൺ ആവും, ചേഞ്ച് ആവും. ദെൻ ആസിഡ് സൊല്യൂഷൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ആസിഡ് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നുണ്ട്. റിലീസ് H+ അയോൺസ് ഇൻ അക്വ സൊല്യൂഷൻ, അക്വ സൊല്യൂഷനിലേക്ക് H+ അയോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി ആസിഡ്സ് തന്നെ സ്ട്രോങ് ആസിഡ്സും വീക്ക് ആസിഡ്സും ഉണ്ട്. സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത് ആൻ ആസിഡ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് H+ അയോൺസ് ഈസ് കോൾഡ് സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ആസിഡ്സ് എന്താണ്? വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും, അതേപോലെ തന്നെ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആസിഡാണ്. അയണൈസേഷൻ എന്താണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ഇതിന് സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഒക്കെ. വീക്ക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ an acid which is partially ionized in water and thus produce small amount of H+ ions is called weak acid. വീക്ക് ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ വാട്ടറിൽ പാർഷ്യലി അയണൈസ് ആവുള്ളൂ, അതേപോലെ തന്നെ ചെറിയ എമൗണ്ടിൽ മാത്രമാണ് ഹൈഡ്രജൻ അയൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് വീക്ക് ആസിഡ്സ്. എക്സാമ്പിൾസ് ആണ് അസറ്റിക് ആസിഡും കാർബോണിക് ആസിഡ്സും. ബേസസ് ആണെന്നുണ്ടെങ്കിൽ ബേസസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് അക്സെപ്റ്റ് പ്രോട്ടോൺ, എന്താ ചെയ്യുന്നത്? പ്രോട്ടോൺസിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഹാവ് ബിറ്റർ ടേസ്റ്റ്, ഒരു കയ്പ്പായിരിക്കും. സോപ്പിക്ക് ടച്ച് ചെയ്യുന്ന സമയത്തൊരു സോപ്പിനെ പോലെ വഴുവഴുപ്പുണ്ടായിരിക്കും. ആൻഡ് ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ, റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ആവും. കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സൊല്യൂഷൻ, ബേസ് സൊല്യൂഷൻ കറണ്ടിനെ കടത്തിവിടുന്നുണ്ട്. റിലീസ് OH- അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ, അക്വസ് സൊല്യൂഷനിലേക്ക് OH- അയോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ബേസിന് എക്സാമ്പിളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ. അടുത്ത് സോൾട്ട് ആർ ദ അയൺ കോമ്പൗണ്ട് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ബേസ്. ഒരു ആസിഡും ഒരു ബേസും തമ്മിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നതിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അയോണിക് കോമ്പൗണ്ടാണ് സാൾട്ട്. സാൾട്ട് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ, ഇലക്ട്രിക്കലി എന്താണ്? ന്യൂട്രലാണ്. ദർ ആർ നമ്പർ ഓഫ് സാൾട്ട് ബട്ട് സോഡിയം ക്ലോറൈഡ് ഈസ് ദ മോസ്റ്റ് കോമൺ എമംഗ് ദം. ഒരുപാട് സാൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സാൾട്ടാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഈസ് ആൾസോ നോൺ ആസ് ടേബിൾ സാൾട്ട് ഓർ കോമൺ സാൾട്ട്. അതിൻ്റെ മറ്റൊരു പേരാണ് ടേബിൾ സാൾട്ട് അല്ലെങ്കിൽ കോമൺ സാൾട്ട് എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് ഈസ് യൂസ്ഡ് ടു എൻഹാൻസ് ദ ടേസ്റ്റ് ഓഫ് ഫുഡ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സോഡിയം ക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് മറ്റ് കാറ്റഗറീസിൽ വരുന്നതാണ് മോസ്റ്റ് ഓഫ് ദി സോൾട്ട്സ് ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. കാണാൻ എങ്ങനെയായിരിക്കും? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ദ സാൾട്ട് മേ ബി ട്രാൻസ്പെറൻറ്റ് ഓർ ഒപ്പേക്ക്, ചിലപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒപ്പേക്ക്, ഒരു ക്ലൗഡി അപ്പിയറൻസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി സാൾട്ട് ആർ സോളബിൾ ഇൻ വാട്ടർ, സാൾട്ട് വാട്ടറിൽ സോളബിൾ ആണ്. സൊല്യൂഷൻ ഓഫ് ദി സാൾട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദിയർ മോൾട്ടൺ സ്റ്റേറ്റ് ഓൾസോ. അവ എന്ത് ചെയ്യുന്നുണ്ട്? കരഞ്ഞിനെ കടത്തിവിടുന്നുണ്ട്. സാൾട്ട് സൊല്യൂഷൻ കരഞ്ഞിനെ കടത്തിവിടുന്നുണ്ട്. ദ സാൾട്ട് മേ ബി സോൾട്ടി, സോർ, സ്വീറ്റ്, ബിറ്റർ ആൻഡ് ഉമാമി. പല ഫ്ലേവറിൽ നമുക്ക് സാൾട്ട് കിട്ടുന്നുണ്ട്. സോൾട്ടി ഫ്ലേവർ, സോർ പുളിപ്പ്, സ്വീറ്റ് മധുരം, ബിറ്റർ കയ്പ്പ്, ഉമാമി എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ അജിനോമോട്ടോ ഒക്കെ ഇല്ലേ, അജിനോമോട്ടോൻ്റെ ഒക്കെ ഫ്ലേവർ എന്നാണ് ഉമാമി എന്ന് പറയുന്നത്. ദ ന്യൂട്രൽ സാൾട്ട് ആർ ഓർഡർലെസ്. ന്യൂട്രൽ സാൾട്ട് എന്ന് പറയുന്നത് ഓർഡർലെസ്, സ്മെല്ലൊന്നും ഉണ്ടായിരിക്കില്ല. സാൾട്ട് ക്യാൻ ബി കളറസ് ഓർ കളർഡ്, കളറുള്ള സാൾട്ടും ഉണ്ട്, കളർ ഇല്ലാത്ത സാൾട്ടുകളും ഉണ്ട്. ദെൻ അയോണൈസേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ്. അയോണൈസേഷൻ എന്നൊരു പ്രോസസ്സാണ് ഇൻ വിച്ച് ആൻ ആറ്റം ഓർ മോളിക്യൂൾ അക്വയർ എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ബൈ ഗെയിനിങ് ഓർ ലോസിങ് ആൻ ഇലക്ട്രോൺ ബൈ കെമിക്കൽ ചേഞ്ചസ് ഈസ് കോൾഡ് അയോണൈസേഷൻ. അയോണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ചേഞ്ചസ് വഴി ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ലോസ് ചെയ്യുകയോ ചെയ്തിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ സ്വീകരിക്കുന്ന പ്രോസസ്സിനെയാണ് അയോണൈസേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ചേഞ്ചസ് വഴി ഇലക്ട്രോൺസിനെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയോ ചെയ്തിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ സ്വീകരിക്കുന്നതിനെ ആണ് അയോണൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദ റിസൾട്ടിങ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റം ഓർ മോളിക്യൂൾ ഈസ് കാൾഡ് an അയോൺ. ഇതിനാണ് ആറ്റംസിന് അല്ലെങ്കിൽ മോളിക്യൂൾസിന് ചാർജ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ് അയോൺസ് എന്ന് വിളിക്കുന്നത്. ഇഫ് ദ അയോൺ ക്യാരീസ് എ നെഗറ്റീവ് ചാർജ് ദെൻ ഇറ്റ് ഈസ് കാൾഡ് ആനയോൺ. ഇനി
അയോൺസ് നെഗറ്റീവ് ചാർജാണ് ക്യാരി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ ആനയോൺ എന്ന് വിളിക്കും. അത് പോസിറ്റീവ് ചാർജ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് കാറ്റയോൺ. ഇനി അവയ്ക്ക് അയോൺസിന് പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അവയെ കാറ്റയോൺസ് എന്ന് വിളിക്കും. ദ സിമ്പിൾ അയോണൈസേഷൻ റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റ്, താഴെ കൊടുത്തിട്ടുള്ള സിമ്പിൾ അയോണൈസേഷൻ റിയാക്ഷനാണ്. എം ഒരു മെറ്റൽ, ഒരു എന്താ പറയുക, മോളിക്യൂൾ എം പ്ലസ് ഇ മൈനസ്. ഇതിൽ പറയുന്നത് എം എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ എലമെൻറ്റിന് ഫസ്റ്റ് എന്തില്ല, ചാർജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് എന്ത് ചെയ്തു, റിയാക്ഷൻ നടന്നിട്ട് ഒരു ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തപ്പോൾ എന്തായി, പോസിറ്റീവ് ചാർജ് വന്നു. ഇവിടെ എമ്മിന് ചാർജ് ഉണ്ടായിരുന്നില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ എമ്മിന് പോസിറ്റീവ് ചാർജ് ആയി. ഇങ്ങനെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് വന്നു. Ionization can result from the loss of an electron after collision with subatomic particles, collision with other atom molecules and ions, or through the interaction with the electromagnetic radiation. ഇവിടെ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് തമ്മിൽ കൊളീഷൻ നടന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആറ്റംസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ അയേൺസ് തമ്മിൽ കൊളീഷൻ നടന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓർ ത്രൂ ദ ഇൻട്രാക്ഷൻ വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടോ ഇലക്ട്രോൺസ് ലോസ് ആയിട്ടും അയണൈസേഷൻ നടക്കുന്നുണ്ട്. ദെൻ ടൈട്രേഷൻ. ടൈട്രേഷൻ ഓൾസോ നോൺ ആസ് ടൈട്രിമിറ്റി. ടൈട്രേഷൻ്റെ മറ്റൊരു പേരാണ് ടൈട്രിമിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്ക്. ഇതെന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്കാണ്. ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഗിവൺ അനലൈറ്റ് ഇൻ എ മിക്സ്ചർ. നമുക്കൊരു മിക്സ്ചറിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിന് അനലൈറ്റ്, നമുക്ക് അനാലിസിസ് ചെയ്യേണ്ട കോമ്പൗണ്ട്, അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്കാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ടൈട്രേഷൻ്റെ മറ്റൊരു പേരാണ് ടൈട്രിമെട്രി. ടൈട്രേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് അനലിറ്റിക്കൽ കെമിസ്ട്രി. അനലിറ്റിക്കൽ കെമിസ്ട്രീൻ്റെ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് ടൈട്രേഷൻ. ആൻഡ് സംടൈം റെഫേർഡ് ടു ആസ് വോളിയോമെട്രിക് അനാലിസിസ്. അതേപോലെ തന്നെ വോളിയോമെട്രിക് അനാലിസിസിലും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. ദ പ്രോസസ് ഓഫ് ടൈട്രേഷൻ ഇൻവോൾവ്, ഈ പ്രോസസ്സ് എങ്ങനെ നടത്തുന്നത് നോക്കാം. ടൈട്രേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ദ പ്രിപ്പറേഷൻ ഓഫ് ടൈട്രൻ ഓർ ടൈട്രേറ്റ്. എന്ത് ചെയ്യണം, ഒരു ടൈട്രൻറ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. വിച്ച് ഈസ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഹൂസ് വോളിയം ആൻഡ് കോൺസെൻട്രേഷൻ ഈസ് പ്രീ ഡിറ്റർമൈൻഡ്. ഫസ്റ്റ് ടൈട്രൻറ്റ് ഉണ്ടായിരിക്കും, ആ ടൈട്രൻറ്റിൻ്റെ വോളിയം അതിൻ്റെ കോൺസെൻട്രേഷനും മുന്നേ കൂട്ടി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടാണ്. അതെന്താണ്, ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്. ദിസ് ടൈട്രൻ ഈസ് ദെൻ മെയ്ഡ് ടു റിയാക്ട് വിത്ത് അനലൈറ്റ്. ഈ ടൈട്രൻ്റ് ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള മിക്സ്ചറിൽ അനലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അണ്ടിൽ സം എൻഡ് പോയിന്റ് ഓഫ് ഇക്വലൻറ്റ് പോയിന്റ് ഈസ് റീച്ച്ഡ്, at which stage the concentration of the analyte can be determined by measuring the amount of titran consumed. നമ്മളൊരു ഫ്ലാസ്കിൽ ഒരു മിക്സ്ചർ, ഈ അനലൈറ്റിനെ കണ്ടെത്താനുള്ള അനലൈറ്റിൻ്റെ മിക്സ്ചർ എടുത്തു. ദെൻ ഒരു ബ്യൂററ്റ് നിറച്ചിട്ട് എന്ത് ചെയ്യുക, ടൈട്രൻറ്റ് മിക്സ് ചെയ്തു. ടൈട്രൻറ്റ് 50 ml ബ്യൂററ്റ് ആണെന്നുണ്ടെങ്കിൽ 50 ml കംപ്ലീറ്റ് ആയിട്ടും ഈ ടൈട്രൻറ്റ് ഉള്ള ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ വോളിയം കോൺസെൻട്രേഷൻ, ടൈട്രൻറ്റിൻ്റെ വോളിയം കോൺസെൻട്രേഷൻ നമുക്ക് മുന്നേ കൂട്ടി അറിയാം. അത് നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഈ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ ഫ്ലാസ്കിൽ ജസ്റ്റ് കളർ ചേഞ്ചിങ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്ററും ആഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്താ, ഒരു എൻഡ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്രത്തോളം ടൈട്രൻ്റ് ആണ് അവിടെ കൺസ്യൂം ചെയ്തിട്ടുള്ളതെന്ന് മെഷർ ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അനലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്തത് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ ഈസ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് എ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രീൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഇൻറ്റഗ്രൽ പാർട്ടാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു മെയിൻ പാർട്ടാണ് ക്വാളിറ്റി കൺട്രോളിങ്. ക്ലിനിക്കൽ ബയോകെമിസ്ട്രീൻ്റെ ഓപ്പറേഷൻസിലെ ഒരു ഇൻറ്റഗ്രൽ പാർട്ട്, മെയിൻ പാർട്ട് തന്നെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്വാളിറ്റി കൺട്രോൾ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി എറർ ഇൻ ദി ലബോറട്ടറി. ലാബിൽ വരുന്ന എറേഴ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ക്വാളിറ്റി കൺട്രോൾ. ആൻഡ് മെഷേഴ്സ് ടു കറക്റ്റ് സച്ച് എറേഴ്സ്. അതേപോലെ തന്നെ ഈ എറേഴ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ള മെഷേഴ്സും അവിടെ നോക്കുന്നുണ്ട്, ഈ സ്റ്റഡിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഒന്ന് ലബോറട്ടറിയിൽ വരുന്ന എറേഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഈ എറേഴ്സ് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സും അവിടെ എടുക്കുന്നുണ്ട്, നടപടികളും അവിടെ എടുക്കുന്നുണ്ട്. The quality result at the right time gains great value in the laboratory
പ്രാക്ടീസസ് നമ്മൾ ലാബോറട്ടറി പ്രാക്ടീസസിൽ കറക്റ്റ് സമയത്ത് നമുക്ക് കൃത്യമായുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു വാല്യൂ ഉള്ള കാര്യം തന്നെയാണ്. The various quality control measures are adopted in medical laboratory to reduce pre-analytical, analytical and post-analytical errors. പ്രീ അനലിറ്റിക്കൽ എന്ന് പറയുന്നത് ടെസ്റ്റിന് മുന്നേ ഉള്ളതും അതേപോലെ തന്നെ ടെസ്റ്റിൻ്റെ സമയത്ത് അനലിറ്റിക്കൽ, പോസ്റ്റ് അനലിറ്റിക്കൽ എന്ന് പറയുന്നത് ടെസ്റ്റിന് ശേഷം വരുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേജിലും എറേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മെഡിക്കൽ ലബോറട്ടറിയിൽ ഈ എറേഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി മെഷേഴ്സ്, വേരിയസ് ക്വാളിറ്റി മെഷേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ദെൻ ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് ഈസ് പെർഫോംഡ് വിത്തിൻ എ ലബോറട്ടറി. ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ലാബിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ലബോറട്ടറി പെർഫോംഡ് വിത്തിൻ ലാബോറട്ടറിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. The control materials are used to monitor the test system. നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് സിസ്റ്റം മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. എ കൺട്രോൾ ഈസ് എ സ്റ്റെബിലൈസ്ഡ് സാമ്പിൾ. കൺട്രോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്റ്റെബിലൈസ്ഡ് സാമ്പിളാണ് വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് റേഞ്ച് ഓഫ് റിസൾട്ട് വാല്യൂ ദാറ്റ് സിമുലേറ്റ് എ പേഷ്യൻ്റ് സാമ്പിൾ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ സാമ്പിൾ ഉണ്ടായിരിക്കും. ആ കൺട്രോൾ സാമ്പിളിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത്, ഏത് ടെസ്റ്റിൻ്റെ ആണെന്നുള്ളതും എത്രയാണ് അതിൻ്റെ വാല്യൂ റിസൾട്ട് വരുന്നുള്ളതും ഒക്കെ നമുക്ക് അറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ സാമ്പിൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്. ദ കൺട്രോൾ സാമ്പിൾസ് ആർ ടെസ്റ്റഡ് ഇൻ ദ സെയിം വേ ആസ് പേഷ്യൻ്റ് സാമ്പിൾ. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതേ പ്രൊസീജിയർ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കൺട്രോൾ സാമ്പിളും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. If the result from the testing a control sample are not within acceptable range, we assume that has a problem in the test procedure, equipment or the test sample themselves. അപ്പോൾ നമുക്ക് രണ്ടും ഒരേപോലെ, പേഷ്യൻറ്റിൻ്റെ സാമ്പിളും നമുക്കുള്ള ടെസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കൺട്രോൾ സാമ്പിളും കൂടി ഒരേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യുക, സെയിം പ്രൊസീജിയർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് നോക്കുക റിസൾട്ട് വാല്യൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കൺട്രോൾ സാമ്പിളിൻ്റെ വാല്യൂ, കൺട്രോൾ മെറ്റീരിയലിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് മുന്നേ കൂട്ടി അറിയാം. അപ്പോൾ അതേ വാല്യൂലാണോ കിട്ടുന്നത് നോക്കുക. ഇൻ കേസ് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ചെയ്തിട്ടുള്ള ടെസ്റ്റ് പ്രൊസീജിയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ട്, അല്ലെങ്കിൽ ചെയ്ത എക്യുപ്മെൻറ്റ്സിൽ എന്തോ എറർ ഉണ്ട്, അല്ലെങ്കിൽ ടെസ്റ്റ് സാമ്പിളിന് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണും എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദ പേഷ്യൻ്റ് റിസൾട്ട്സ് ആർ നോട്ട് റിപ്പോർട്ടഡ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ റിപ്പോർട്ട് നമ്മളവിടെ റിസൾട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം അവിടെ നമ്മൾ ചെയ്ത പ്രൊസീജിയർ എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുക, അത് പ്രോബ്ലം റീസോൾവ് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യുക. ആൻഡ് കൺട്രോൾ റീടെസ്റ്റ് ടു ദാറ്റ് എവറിത്തിങ് ഈസ് വർക്കിംഗ് നോർമലി. എന്നിട്ട് വീണ്ടും നമ്മൾ കൺട്രോൾ മെറ്റീരിയൽ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാം ഓക്കെ ആണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് ദ ഇവാലുവേഷൻ ഓഫ് ദി ലബോറട്ടറി പ്രൊസീജിയർ ബൈ എക്സ്റ്റേണൽ ഏജൻസി. നമ്മൾ ലാബിനുള്ളിലുള്ള പുറത്തുനിന്നൊരു ഏജൻസിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ലാബിലുള്ള പ്രൊസീജിയറിൻ്റെ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാം. കൺട്രോൾ സാമ്പിൾസ് with unknown concentration from the external agency is analyzed in the laboratory and data is analyzed by external agency. അതെന്ത് ചെയ്യും? ഈ കൺട്രോൾ സാമ്പിളിലുള്ള കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത് എക്സ്റ്റേണൽ ഏജൻസിക്കാർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അവർ കൊണ്ടുവരുന്ന കൺട്രോൾ സാമ്പിളായിരിക്കും. ആ കൺട്രോൾ സാമ്പിൾസ് വെച്ച് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഡാറ്റ ഒക്കെ ഈ എക്സ്റ്റേണൽ ഏജൻസി അനലൈസ് ചെയ്യും. From the report of agency error, if any, the laboratory can be re-identified retrospectively. എന്ത് ചെയ്യാം? നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് ഏജൻസിക്കാർ അത് അനലൈസ് ചെയ്തു. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നുള്ളതും അത് അവിടെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുകയും ചെയ്യും.